Example 1.36. Check the validity of the following argument. Babies are illogical. Second one, nobody is despised. Nobody is despised who can manage a crocodile. The third one, illogical persons are despised. The conclusion is babies cannot manage crocodiles. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഈ മൂന്ന് തന്നിട്ടുള്ള ആർഗ്യുമെന്റ്സിൽ നിന്നും നമുക്ക് പ്രപ്പോസിഷൻസ് എഴുതണം. അതിനായിട്ട് ഫസ്റ്റ് ബേബീസ് ആർ ഇല്ലോജിക്കൽ. അപ്പോൾ ബേബീസ് ആർ ഇല്ലോജിക്കൽ. ഇപ്പം ബേബീസ് വേണം, ഇല്ലോജിക്കലും വേണം. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് പ്രപ്പോസിഷനായി എടുക്കുന്നത് ആ ബേബിക്ക് ഒരു പേര് കൊടുക്കാണ്, ഹാരി, അല്ലെങ്കിൽ പേഴ്സൺ 1 എന്ന് കൊടുത്താലും മതി, അല്ലെങ്കിൽ പേഴ്സൺ എന്ന് കൊടുത്താലും മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. ഹാരി എന്ന് കൊടുക്കുന്നു. ഹാരി ഈസ് എ ബേബി. അതാണ് ഫസ്റ്റ് പി എന്ന് പറയുന്നത്. ദെൻ ക്യൂ, ഹാരി ഈസ് ഇല്ലോജിക്കൽ. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് ആയ ബേബീസ് ആർ ഇല്ലോജിക്കലിൽ നിന്ന് ഹാരി ഈസ് എ ബേബി എന്നും ഹാരി ഈസ് ഇല്ലോജിക്കൽ എന്നും കിട്ടി. തേർഡ് വൺ, നോബഡി ഈസ് ഡിസ്പൈസ്ഡ് ഹൂ ക്യാൻ മാനേജ് ക്രോക്കഡൈൽ. അപ്പോൾ ഡിസ്പൈസ്ഡ് വന്നിട്ടുണ്ട്, മാനേജ് ക്രോക്കഡൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നുണ്ടാക്കാം ഹാരി ക്യാൻ മാനേജ് ക്രോക്കഡൈൽ. ആൻഡ് ഫോർത്ത് വൺ, ഹാരി ഈസ് ഡിസ്പൈസ്ഡ്. അപ്പോൾ നമുക്ക് 4 പ്രപ്പോസിഷൻസ് കിട്ടി. ഇനി അതിനെ ഇഫ് ദെൻ ഫോമിൽ എഴുതാണ്. ഫസ്റ്റ് വൺ ഇങ്ങനെയാ, ബേബീസ് ആർ ഇല്ലോജിക്കൽ. ഇപ്പൊ ഹാരീസ് എ ബേബി ആയിരുന്നു പി, ഹാരീസ് ഇല്ലോജിക്കൽ ആണ് ക്യൂ. അപ്പോൾ ബേബി ആണെങ്കിൽ ഇല്ലോജിക്കൽ ആയിരിക്കും. ഇഫ് പി ദെൻ ക്യൂ, അതാണ് പി ഇംപ്ലൈസ് ക്യൂ. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ആർഗ്യുമെന്റ്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നോബഡി ഈസ് ഡിസ്പൈസ്ഡ് ഹു ക്യാൻ മാനേജ് ക്രോക്കഡൈൽ. നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഹാരി ക്യാൻ മാനേജ് ക്രോക്കഡൈൽ എന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താ? നോബഡി ഈസ് ഡിസ്പൈസ്ഡ് ഹു ക്യാൻ മാനേജ് ക്രോക്കഡൈൽ. അപ്പോൾ നെഗേഷൻ വർക്ക്ഔട്ട് ചെയ്യണം. ആർക്കാ നോബഡി വെച്ചിട്ടുള്ളത്? ഡിസ്പൈസ്ഡിന്. ഡിസ്പൈസ്ഡ് വരുന്നത് എന്താ? എസിന്റെ നെഗേഷൻ. എസിന്റെ നെഗേഷൻ ഇംപ്ലൈസ് മാനേജ് ക്രോക്കഡൈൽ. മാനേജ് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ ആർ. സോ നെഗേഷൻ ഓഫ് എസ് ഇംപ്ലൈസ് ആർ. ദാറ്റ് ഈസ് സെക്കൻഡ് ഹൈപ്പോതെസിസ്. സോറി, തിരിച്ച് ഞാൻ പറഞ്ഞു. നോബഡി ഈസ് ഡിസ്പൈസ്ഡ് ഹു ക്യാൻ മാനേജ് ക്രോക്കഡൈൽ. അപ്പോൾ മാനേജ് ക്രോക്കഡൈൽ വെച്ചിട്ടുള്ളത് ആറാണ്. ഇവിടെ വരുന്നത് ആർ ഇംപ്ലൈസ് നെഗേഷൻ എസ്. ഇവിടെ ഇഫ് എന്ന് പറഞ്ഞ ഇതാണ്. ഇഫ് എന്ന് പറയുന്നത് ക്യാൻ മാനേജ് ക്രോക്കഡൈൽ ആണ് ഇഫ് വരുന്നത്. ഇഫ് ദെൻ ആയിട്ട് വരുന്നത്, കൺക്ലൂഷൻ ആയിട്ട് വരുന്നത് നോബഡി ക്യാൻ ഡിസ്പൈസ്ഡ്. അപ്പൊ അതുകൊണ്ടാണ് നെഗേഷൻ ഓഫ് എസ് വയ്ക്കാനുള്ള കാരണം. അപ്പൊ ആർ ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് എസ്. ദെൻ തേർഡ് വൺ, ഇല്ലോജിക്കൽ പേഴ്സൺസ് ആർ ഡിസ്പൈസ്ഡ്. ഇല്ലോജിക്കൽ വരുന്നത് ക്യൂല, ഡിസ്പൈസ്ഡ് വരുന്നത് ആറില. ക്യൂ ഇംപ്ലൈസ് ആർ. സോറി, തെറ്റി പറഞ്ഞു. ഡിസ്പൈസ്ഡ് വരുന്നത് എസ്സിലാണ്. ക്യൂ ഇംപ്ലൈസ് എസ്. കൺക്ലൂഷൻ പറയുന്നത് എന്താ? കൺക്ലൂഷൻ പ്രകാരം ബേബീസ് കനോട്ട് മാനേജ് ക്രോക്കഡൈൽ. അതായത് ബേബി ആണെങ്കിൽ ക്രോക്കഡൈൽ വരാൻ പാടില്ല, അല്ലെ? ബേബി ആണ് ആര്? പി. ക്രോക്കഡൈൽ വരാൻ പാടില്ല. ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ ആറ്. ക്രോക്കഡൈൽ വരാൻ പാടില്ല നെഗേഷൻ ഓഫ് ആറ്. പി ഇംപ്ലൈസ് നെഗേഷൻ ഓഫ് ആർ. അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. ഇനി വേണ്ടത് നമുക്കിതിനെ കഴിഞ്ഞ പ്രോബ്ലത്തിന് എളുപ്പം കിട്ടി. ഒരെണ്ണം ഒറ്റയ്ക്ക് നിൽക്കണ്ടായിരുന്നു, നെഗേഷൻ ഓഫ് ആറ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇവിടെ അങ്ങനെ കിട്ടുന്നില്ല. നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കണം. നമ്മുടെ കയ്യിൽ കുറച്ച് ഇൻഫറൻസ് റൂൾസ് ഉണ്ട്, അത് നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, പി ഇംപ്ലൈസ് ക്യൂ. ഇത് നമ്മുടെ അസ്യൂംഷൻ പ്രകാരം H1 ഉം H2 ഉം H3 ഒക്കെ ട്രൂ ആ, അല്ലെ?
അപ്പോൾ P implies Q ട്രൂ ആണ്. അതിനെ Q implies S എന്ന ട്രൂവുമായി കൺജക്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ട്രൂ ആണെങ്കിൽ കൺജങ്ഷൻ എടുക്കുമ്പോൾ എന്താ വരിക? കൺജങ്ഷൻ റൂൾ പ്രകാരം അത് ട്രൂ ആയിരിക്കണം. അതായത് P implies Q ട്രൂ ആണ്, Q implies S ട്രൂ ആണ്. അതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? H1 നിന്നും H3 നിന്നും. അപ്പൊ രണ്ടും കൂടി കൺജക്ട് ചെയ്യുമ്പോൾ P implies Q conjunction Q implies S is true. That is conjunction rule. കൺജങ്ഷൻ റൂൾ പറഞ്ഞാൽ എങ്ങനെയാ? P ട്രൂ ആണ്, Q ട്രൂ ആണെങ്കിൽ P conjunction true, P conjunction Q ട്രൂ ആയിരിക്കണം. Then ഇവിടെ നോക്കിയേ, P implies Q, Q implies S. ഇവിടെ നിന്ന് അതായത് P നിന്ന് Q ലേക്ക് എത്തി, Q നിന്ന് അതേ Q തുടങ്ങി S ലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ P യിൽ നിന്ന് S ലോട്ട് എത്തുന്നത് എന്തായിരിക്കണം? ട്രൂ ആയിരിക്കണം. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ സില്ലോജിസം എന്ന് പറഞ്ഞാൽ. That is P implies Q, P implies S is true. ഇനി ഒരു ചിന്തിക്കേണ്ടത്, P implies S ട്രൂ ആണെങ്കിൽ നമുക്ക് H2 ൽ നിന്ന് എന്താ അറിയാം? S implies negation of R. S implies negation of R. അപ്പൊ ഇതിന്റെ കോൺട്രാപോസിറ്റീവ് എന്താ? നമുക്കറിയാം കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ നെഗേഷൻ എടുക്കുക. അപ്പൊ നെഗേഷൻ ഓഫ് നെഗേഷൻ S implies negation of R. നെഗേഷൻ ഓഫ് നെഗേഷൻ S എന്ന് പറഞ്ഞാൽ S implies negation of R. That is S implies negation of R is true. അതായത് R implies negation of S ഇപ്പൊ എന്താ? ട്രൂ ആണ് H2 പ്രകാരം. ഇനി ഇത് കോൺട്രാപോസിറ്റീവ് അപ്ലൈ ചെയ്യുന്ന പറയുന്നത് അർത്ഥം ഇവിടെ തുടങ്ങണം, ഇതിനെ നെഗേഷൻ എടുക്കണം. നെഗേഷൻ ഓഫ്, ഞാൻ ഇങ്ങനെ നെഗറ്റീവ് ഇട്ടിട്ട് നെഗേഷൻ വിചാരിക്കട്ടെ, നെഗേഷൻ ഓഫ് S ഇംപ്ലൈസ്, ഇതാണ് കോൺട്രാപോസിറ്റീവ് പറയുന്നത്. ഇതിന്റെ നെഗേഷൻ ഇംപ്ലൈസ് ഇതിന്റെ നെഗേഷൻ ഓഫ് R. അതായത് P implies Q ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഓഫ് P implies നെഗേഷൻ ഓഫ് Q എന്നാ. P implies Q ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഓഫ് P implies Q ട്രൂ ആണെങ്കിൽ Q ന്റെ നെഗേഷൻ implies P യുടെ നെഗേഷൻ ട്രൂ ആയിരിക്കണം. അതവിടെ അപ്ലൈ ചെയ്തത്. S ന്റെ നെഗേഷൻ ഓഫ് നെഗേഷൻ S implies നെഗേഷൻ ഓഫ് നെഗേഷൻ R is true. നെഗേഷൻ ഓഫ് നെഗേഷൻ S എന്ന് പറഞ്ഞാൽ വെറും S, പോസിറ്റീവ് S, രണ്ട് നെഗേഷൻ എടുക്കുമ്പോൾ നെഗേഷൻ പോകും. S implies നെഗേഷൻ ഓഫ് R is true. കിട്ടി. ഇനി നോക്കിയേ, P implies S ട്രൂ സ്റ്റെപ്പ് 2 ൽ നിന്ന്, S implies നെഗേഷൻ ഓഫ് R ട്രൂ എവിടെ നിന്ന്? തേർഡ് സ്റ്റെപ്പിൽ നിന്ന്. അപ്പൊ അതിന്റെ കൺജങ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കൺജങ്ഷൻ റൂൾ പ്രകാരം എന്ത് ട്രൂ വരും? കൺജങ്ഷൻ റൂൾ പ്രകാരം ഇതിന് രണ്ടിന്റെ കൺജങ്ഷൻ ട്രൂ ആയിരിക്കും. ദാറ്റ് ഈസ് P implies S conjunction S implies negation R is true. കൺജങ്ഷൻ റൂൾ. നിങ്ങൾ നോക്കിയേ, നേരത്തെ പറഞ്ഞത് തന്നെ ഹൈപ്പോത്തറ്റിക്കൽ സിലോജിസം. P-യിൽ നിന്ന് S ലോട്ട്, S ൽ നിന്ന് ഇവിടെ തുടങ്ങി, S ൽ നിന്ന് R ലോട്ട് എന്ന് പറഞ്ഞാൽ P-യിൽ നിന്ന് R ലോട്ട് ട്രൂ ആണ്. ദാറ്റ് ഈസ് P-യിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടെ നെഗേഷൻ ഓഫ് R കേട്ടോ, P-യിൽ നിന്ന് നെഗേഷൻ ഓഫ് R, P implies നെഗേഷൻ ഓഫ് R is true. നമുക്ക് കാണിക്കേണ്ടത് എന്താ? P implies നെഗേഷൻ ഓഫ് R is true എന്നാണ്. സോ our argument is valid. Okay. Then കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലത്തില് ഞാൻ ഈ മേരിയുടെ കേസ് വരുന്ന പ്രോബ്ലം ഇത് നമ്മൾ ചെയ്തതാ. ഇതിലൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ നെഗേഷൻ റൂൾ വെക്കാതെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ പേര്, ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് ചെയ്യാം. അത് ഇത്ര ചെയ്താൽ മതി. എന്താ നമ്മുടെ കാര്യങ്ങൾ എന്താണ്? P implies Q, ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുള്ളത് എന്താ? ട്രൂ എന്നല്ലേ? ദാറ്റ് ഈസ് P implies Q ഉം Q ഡിസ്റ്റിങ്ഷൻ R ഉം നെഗേഷൻ ഓഫ് R ഉം ഒക്കെ ട്രൂ വരണം. എന്നിട്ട് അതിനൊക്കെ കൺജങ്ക്ട് ചെയ്യാം. എന്നിട്ട് കിട്ടുന്നത് എന്തിനോട് ഈക്വൽ ആവുക? ഇതൊക്കെ കൂടി കൺജങ്ക്ട് ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആവണം? ഇംപ്ലൈസ് P വരണം. ഇവിടെ നോക്കി, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ട്രൂത്ത് ടേബിൾ വരയ്ക്കുക. P implies Q എടുക്കുക, അതാണ് ഒന്നാമത്തെ തന്നെ. Then Q implies R എടുക്കുക, രണ്ടാമത്തെ തന്നെ. നെഗേഷൻ ഓഫ് R എടുക്കുക, മൂന്നാമത്തെ. ഇതൊക്കെ കൂടി കൺജങ്ക്ട് ചെയ്യുക. ദാറ്റ് ഇംപ്ലൈസ് P നോക്കുക. എന്നിട്ട് ഇതിന്റെ ട്രൂത്ത് ടേബിളും ഇതിന്റെ ട്രൂത്ത് ടേബിളും ഈക്വൽ ആണോ നോക്കുക. അങ്ങനെ ഈക്വൽ ആയി വന്നാൽ ഇറ്റ്സ് മസ്റ്റ് ബി എ ടോട്ടോളജി. കാരണം എന്താണ്? ഇത് ഫുള്ള് ട്രൂ ആണെങ്കിൽ ഇത് ഫുള്ള് ട്രൂ വരണം.
അങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ റൂൾസ് വെക്കാണ്ട് നോക്കാതെ തന്നെ ഇതിന്റെ ഇതിന്റെ ടേബിളും ഇതിന്റെ ടേബിളും എന്ത് വരണം, എല്ലാം ടോട്ടോളജി ആയിരിക്കണം. ഇതിന് ടോട്ടോളജി വരുന്ന എങ്ങനെ നോക്കുക, ഇവിടെ ട്രൂ ഫോൾസ് ഒക്കെ മാറി മാറി വരും, പക്ഷെ പി എന്ത് വരണം, പി എപ്പോഴും ട്രൂ വരണം. മനസ്സിലായോ? പി എപ്പോഴും ട്രൂ വരണം. ആ സാധനം സംഭവിക്കേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ആ പി ഒക്കെ ട്രൂ വന്നു കഴിഞ്ഞാൽ ഇത് ടോട്ടോളജി ആയി. അപ്പൊ ഇത് എന്തായിട്ട് മാറും, വാലിഡ് ആവും. പി എല്ലാ പികളും ട്രൂ വന്നില്ലെങ്കിൽ ടോട്ടോളജി അല്ലാതിരുന്നു കഴിഞ്ഞാൽ എന്ത് വരും, അത് ഇൻവാലിഡ് ആവും. ആ അർത്ഥത്തിൽ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, H1 ഇതിന്റെയും ഇതിന്റെയൊക്കെ കൺജങ്ഷൻ എടുക്കുക, then implies ഇത് എടുക്കുക, എന്ത് നോക്കണം, ടോട്ടോളജി ആണെന്ന് നോക്കണം. ടോട്ടോളജി ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റൂൾസ് പറഞ്ഞ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ട്രൂത്ത് ടേബിൾ ചെയ്താൽ മതി. ടോട്ടോളജി ആണെങ്കിൽ ടോട്ടോളജി ആവും, കാരണം ഇവിടെ വാലിഡ് എന്നല്ല പറയുന്നത് സ്റ്റേറ്റ്മെന്റ്. ടോട്ടോളജി ആണെങ്കിൽ വാലിഡ് ആണ്, അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ്. നിങ്ങളൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് രണ്ട് കാര്യം ട്രൈ ചെയ്ത് നോക്കാം.